ഇപ്പോൾ ഈ കാണിക്കുന്നത് ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കാനാണെന്ന്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് കുഴക്കുന്നത്. എന്നാൽ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചധികം വെള്ളം ഈ ഒരു മാവിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടെ ചില വീഡിയോസിലൊക്കെ കാണിക്കാറുള്ള ഒരു മാജിക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തി ഇതുപോലെ തയ്യാറാക്കി വെക്കുന്നേ ഉള്ളൂ, നമ്മൾ പരത്തുന്നില്ല. മിക്കവാറും പേർക്കും ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് പരത്തിയെടുക്കാനും ഷേപ്പിൽ കിട്ടാത്തതൊക്കെ. എന്നാൽ നമ്മൾ ഇന്ന് ഇത് പരത്തിയെടുക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. മാവ് കുഴച്ച് വെച്ച ശേഷം നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കറി പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഞാനിത് ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇനി ഞാൻ ചപ്പാത്തി പരത്തി എടുക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇത് നമ്മൾ അന്ന് എക്സിബിഷനിൽ വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഓൺ ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ചപ്പാത്തി റെഡി ആയി കിട്ടും. എന്നിട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചപ്പാത്തി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഫുൽക്ക പോലെയും റെഡി ആയി കിട്ടും. ഇത് ഞാൻ അന്ന് വീഡിയോയിൽ കാണിക്കാതിരിക്കാൻ കാരണം ഞങ്ങൾ അന്ന് വാങ്ങിയിട്ട് വന്നതല്ല, ഒരു പിന്നീട് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, 2 ലെയർ ആയിട്ടാണ് നമുക്ക് ചപ്പാത്തി കിട്ടിയിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹാപ്പി ഡിന്നർ.